Hello guys, welcome to Nomadic Malayali. അപ്പം ഇപ്പോൾ നമ്മളുള്ളത് വെല്ലിംഗ്ടണിലെ ലോവർ ഹട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് 20 മിനിറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ഹട്ടിലെ ബ്രൂ ടൗണിൽ നമ്മളെത്തും. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 100 കിലോമീറ്റർ സ്പീഡിൽ ആ റോട്ടിൽ കൂടെ ഹൈവേ കൂടെ അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മുടെ സ്പീഡ് കണ്ടിട്ട് ഡ്യൂക്കിലെ ആളൊരു നല്ല കിടിലൻ പുച്ഛം തന്നിട്ട് പുള്ളി ജെറ്റ് പോകുന്ന പോലെ അങ്ങ് പോയി. എന്തായാലും നമ്മൾ വണ്ടി സ്ലോ ആക്കി നല്ല ഗ്രീനറി ഒക്കെ കണ്ട് കറക്റ്റ് അരമണിക്കൂർ എടുത്ത് നമ്മൾ ബ്രൂ ടൗണിൽ അങ്ങനെ എത്തി. അപ്പോൾ ബ്രൂ ടൗൺ വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾക്ക് മുഖത്ത് മാസ്കും വേണം, കയ്യിൽ വാക്സിൻ പാസും വേണം. ഇത് രണ്ടും കാണിച്ച് ഉള്ളിൽ കയറി നമുക്ക് കാർ റേസിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് ഹെൽമെറ്റ് എടുത്ത് വെക്കണം. ഹെൽമെറ്റ് നിർബന്ധമാണ്. അത് നമ്മുടെ കറക്റ്റ് തലയ്ക്ക് പറ്റിയ ഹെൽമെറ്റ് വെക്കണം. പല സൈസിലുള്ള ഹെൽമെറ്റുകളുണ്ട്. എന്തായാലും സ്മോൾ വെച്ചിട്ട് പോലും എൻ്റെ തലയ്ക്ക് പാകമാവാത്തത് കൊണ്ട് ഒരു സ്പെഷ്യൽ ഹെൽമെറ്റും കൊണ്ട് വെച്ച് പുള്ളി ടൈറ്റാക്കി തന്നു. അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ഇവിടെ ഒരു ബോക്സ് തരും. ആ ബോക്സിലിട്ട് വെച്ച് സേഫായിട്ട് വെക്കണം. സാധാ റേസിംഗ് ചെയ്യുന്ന കാറുകളെ പോലെ തന്നെ ഇത് താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോക്കറ്റിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പാടെ സീനാവും. അതുകൊണ്ടാണ് നമ്മളുടെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെക്കുന്നത്. എന്തായാലും വീഡിയോ എടുക്കുന്ന റൂബനാണ്. റൂബൻ ഒരു ഹായ് കൊടുത്തിട്ട് നൈസായിട്ട് ട്രാക്കിലേക്ക് നടന്നു. ആദ്യം നിതിൻ പോയി, പിന്നെ ഞാൻ പോയി, പിന്നെ ആൻമരിയ. ഇവർ രണ്ടുപേരും ആദ്യത്തെ തവണയായിരുന്നു, ഞാൻ രണ്ടാമത്തെ തവണയായിരുന്നു. ആദ്യത്തെ 10 മിനിറ്റാണ് നമുക്ക് കിടിലിനായിട്ട് അഡ്രിനാലിൻ റഷ് വരുന്നത്. അതുകൊണ്ട് ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചങ്ങ് പോവുക. ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളയ്ക്കുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ച് വളയ്ക്കുക, ഇല്ലെങ്കിൽ വണ്ടി കൊണ്ട് ഇടിച്ച് തകരും. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന് ഓടിച്ചപ്പോൾ എൻ്റെ ഇടിച്ചായിരുന്നു നന്നായിട്ട്. പിന്നെ എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും ഇടിക്കാതെ നോക്കുക. ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പെനാൽറ്റി ഉണ്ട്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓടിക്കുന്ന വണ്ടി അതിന് കാർട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കാർട്ടിൻ്റെ സ്പീഡ് തന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ വൈബ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഇടിക്കാതെയൊക്കെ ഓടിക്കുക. അത് മാത്രമല്ല അവസാനം നമ്മൾ എത്ര ലാപ്പ് ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിച്ചു തരും. ഒരു 10-15 പേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും, അഡ്വഞ്ചറസ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം സെലക്ട് ചെയ്യാം. 10 മിനിറ്റ് ഉണ്ട്, 20 മിനിറ്റ് ഉണ്ട്, 30 മിനിറ്റ് ഉണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള സമയം സെലക്ട് ചെയ്യാം. 10 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ വേഗം തീരുമെങ്കിലും ആ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയുന്നത് 1 മിനിറ്റ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക, വരിക. അത് മാത്രമല്ലാതെ ഈ കാർ റേസിങ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം കുട്ടികൾക്ക് വേണ്ടി ഇഷ്ടംപോലെ കളികൾ, പല തരത്തിലുള്ള ഗെയിംസ് ഇവിടെ കണ്ടു. അതായത് കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ദിവസം ചുമ്മാ അങ്ങ് പോയി കിട്ടും. പല തരത്തിലുള്ള ഗെയിമുകൾ. അത് മാത്രമല്ല ഷൂട്ടിംഗ് ഉണ്ട്, ഉള്ളിൽ പിൻബോൾ ഉണ്ട്, പെയിൻബോൾ ഉണ്ട്, അതല്ല ഐസ് ഹോക്കി കണ്ടു. ഐസ് ഹോക്കി കണ്ടപ്പോൾ ഇവിടെ ആൾക്കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലാതെ സൈഡിൽ കൂടെ ആൾക്കാർ ഐസ് സ്കേറ്റിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതും ചെറിയ പൈസയേ ഉള്ളൂ, എന്നാലും പിള്ളേരൊക്കെ ഇത് കൂടെ ഐസ് സ്കേറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സാധനം എന്ന് പറയുന്നത് ഇത് ഐസ് സ്കേറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഐസ് സ്കേറ്റിംഗ് അറിയാത്ത ആൾക്കാർ ഇത് പൈസ അടച്ചു കഴിഞ്ഞ് ഈ സാധനം കൊണ്ട് ഉള്ളിലേക്ക് പോയിട്ട് ഇതിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇത് അടിപൊളി സാധനമല്ല. ഇത് ഒരു മിതപ്പെട്ട ആൾക്കാർ മുഴുവൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ആക്ടിവിറ്റി ആയ പിൻബോളിലേക്ക് ഞങ്ങൾ കടന്നു. ഇതും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. എന്തായാലും ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. റൂബൻ ഇതിനു മുമ്പ് വന്നിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും $15 ഈ പിൻബോളിന്. ഉള്ളിലേക്ക് ഞങ്ങളങ്ങനെ പോയി പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബോൾ വരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആംബിയൻസ് ഒക്കെ കിട്ടും. അത് മാത്രമല്ല റൂബൻ എല്ലാം അടിച്ച് ഉള്ളിൽ കയറ്റുന്നുണ്ടായിരുന്നു. രണ്ടാമത് നിതിനായിരുന്നു വന്നത്. നിതിന് നന്നായിട്ട് തന്നെ നല്ല എയിമുള്ളതുകൊണ്ട് ആ ഒരെണ്ണം അടിപൊളിയായിട്ട് പുറത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവം മനസ്സിലാവുന്നില്ല. എന്നെ പക്ഷെ അമ്പരപ്പിച്ച് കളഞ്ഞത് ദിവളാണ്. ഒരൊറ്റ ഇടലിട്ടില്ല, എല്ലാം കളഞ്ഞു. ഞാൻ വിചാരിച്ചു പോവുമായിരിക്കുന്നു. കാരണം എൻ്റെ ഒരു 7-8 എണ്ണം അങ്ങ് പോയി കിട്ടി. ലാസ്റ്റ് അവസാനത്തെ ട്രൈ ചെയ്യുന്ന 10ാമത്തെ ബോൾ എടുത്ത് എൻ്റെ അവസാനത്തെ ചാൻസ് ഞാനും ഇട്ടു. സകല ദൈവങ്ങളെയും വിചാരിച്ച് അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് അത് കിട്ടി കേട്ടോ. അങ്ങനെ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾ പൂൾ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിതിന് കുറച്ച് റൂൾസ് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂള് കളിച്ചു. ഞാനും അൻമരി ഒരു ടീമും നിതിനും റൂബിന് ഒരു ടീമായിരുന്നു. അങ്ങനെ പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ജയിക്കുകയും ചെയ്തിട്ടോ. എന്തായാലും അടിപൊളി കളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി ഇടയ്ക്കിടയ്ക്ക് പോയി പൂള് കളിക്കണം. ഇത് പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കളിക്കാൻ അറിയില്ലായിരുന്നു, സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ സ്റ്റിക്കും ഫ്രൈസും ടൊമാറ്റോ സോസും ആയിട്ട് ഈ ട്രിപ്പ് അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.